CJPയുടെ അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു മെഗാ സമ്മേളനം ബാംഗ്ലൂരിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹൈദരാബാദും ബാംഗ്ലൂരുമാണ് ഏറ്റവും വലിയ നഗരങ്ങളുള്ളത്. ബാംഗ്ലൂരിൽ അവർക്ക് കുറേയധികം സപ്പോർട്ടേഴ്സിനെ കിട്ടുവാനായിട്ട് സാധിക്കും. RCB ഒരു ക്രിക്കറ്റ് കിരീടം നേടി IPL കിരീടം നേടിയപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് കുറേ പേർ തെക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുവാൻ തന്നെ ഇടയായ ഒരു സംസ്ഥാനമാണ് കർണാടക. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പോൾ CJPക്ക് വലിയ പിന്തുണ ഉണ്ടെന്ന് കാണിക്കാനായി പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാംഗ്ലൂർ. അതോടൊപ്പം CJPയുടെ ഇത്തരം നടപടികളെ ഗൗരവത്തോടെ തന്നെ കാണുകയും വേണം. കാരണം മൈക്രോ ലെവലിൽ ഭാരതം വളരെയധികം പുരോഗതികൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും വളരെയധികം മൈക്രോ തലങ്ങളിൽ കുറേയധികം പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട്. അതിൽ ഒന്നാണ് തൊഴിലില്ലായ്മയുടെ പ്രശ്നം. കാരണം പ്രത്യേകിച്ച് AI വന്നതോടുകൂടി പ്രത്യേകിച്ചും IT മേഖലകളിലൊക്കെ തൊഴിൽ ധാരാളം പേർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഈയിടെയുണ്ടായ നീറ്റ് UG പരീക്ഷയിലുണ്ടായിരുന്ന ചോദ്യപേപ്പർ ചോർച്ച, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ 24 ലക്ഷം യുവതയെ ബാധിക്കുന്ന ഒന്നാണ്. അത് അവരെയെല്ലാം പ്രത്യേകിച്ച് ആകർഷിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുകയും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് ആഹാരം ലഭിക്കുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്. അതുപോലെ നമ്മൾ കണ്ടു GDP എന്തെന്നറിയാതെ അതിനെപ്പറ്റി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു യുവതി. അവർക്ക് എന്താണ് GDPയുടെ ഫുൾ ഫോം അറിയില്ല, GDP എത്രയാണെന്നറിയില്ല. പക്ഷേ അത് കുറഞ്ഞു എന്ന് പറഞ്ഞാണ് അവർ മോദി ഗവൺമെൻറ്റിനെ എതിർക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ എന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതായത് ഒരു കാര്യം ചെയ്യുക എന്ന് മാത്രമല്ല, അത് ചെയ്തു തീർത്തു എന്നുകൂടി എല്ലാവരെയും അറിയിക്കേണ്ട രീതിയിൽ ഓരോ സംസ്ഥാനത്തും തദ്ദേശീയമായ ഭാഷകളിൽ ശരിക്കും പ്രചാരണം നടത്തേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ CJPയെ പോലുള്ള പാർട്ടികളെ എഴുതി തള്ളാൻ വരട്ടെ. കാരണം അവർക്ക് വലിയൊരു വിഭാഗം മോഡി ഗവൺമെൻറ്റിനെ എതിർക്കാൻ നിൽക്കുന്ന ആ വിഭാഗത്തിൻ്റെ കൂടെ ചേർന്ന് വലിയ ഒരു ശക്തി പ്രകടനം നടത്താനായിട്ട് സാധ്യമാവുന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ 1%, 2% ആളുകൾ വിചാരിച്ചാൽ പോലും ഏകദേശം 3 കോടിയോളം ജനസംഖ്യ വരും. അതിൽ ഒരു വലിയ വിഭാഗം എവിടെയെങ്കിലും അതിൽ പങ്കെടുത്താൽ, ഒരു പ്രകടനത്തിലോ സമ്മേളനത്തിലോ പങ്കെടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഭാരതത്തിലുള്ള ഒരു പ്രത്യേകത. കാരണം ജനങ്ങളെ കിട്ടുന്നതിന്, അതും പ്രത്യേകിച്ച് പണം മുടക്കാൻ തയ്യാറായി അവരെ കൊണ്ടുവരാൻ തയ്യാറായി ആളുകളുണ്ടെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഗവൺമെൻറ്റും അവരുടെ സംസ്ഥാനത്തിലുള്ള നേതൃത്വങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 12 വർഷങ്ങളിലായി ഭാരതത്തിലുണ്ടായിരിക്കുന്ന നല്ല നടപടികൾ എന്തൊക്കെയാണെന്നും അവ ജനങ്ങൾക്ക് എത്ര പ്രയോജനപ്പെടുന്നുണ്ടെന്നും ഈ വലിയ അന്താരാഷ്ട്ര വിപത്തിലും ഭാരതം മാത്രമാണ് ഒരു ദീപമായി ഉജ്ജ്വലമായി പ്രജ്വലിക്കുന്നതെന്നും മറ്റെല്ലാ രാഷ്ട്രങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും ഉള്ള കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചെറിയ തോതിൽ വരുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനവ്, അതുപോലെ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടകൊടുത്ത് അതിൽ നിന്ന് പോലീസ് നടപടി ഉണ്ടായി ആ പോലീസ് നടപടികളെ ചൊല്ലി പിന്നീട് പ്രക്ഷോഭങ്ങൾക്ക് ചാൻസ് കൊടുക്കാനുള്ള സന്ദർഭങ്ങൾ വളരെയധികം ഉണ്ടാകും. അതിനുള്ള ഒരുക്കുകൂട്ടലായിരിക്കണം ഇപ്പോൾ നടക്കുന്നത്. അതായത് കാര്യമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ പറയാനില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട് താനും. അത് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘടിക്കുക, ഒരുപക്ഷെ അക്രമ പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെടുക,
അങ്ങനെ ഏർപ്പെടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനായി പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരിക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു പോലീസ് ഫയറിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റുന്ന ലാത്തി ചാർജുകളോ മറ്റോ ഉണ്ടായാൽ അതിനെ പിടിച്ച് പിന്നീട് അതേ ചൊല്ലി കേരളത്തിൽ CPM ചെയ്യുന്നത് പോലെ DYFI കൊണ്ടും SFI കൊണ്ടും ചുടുചോറ് വാരിക്കുന്നത് പോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം BJP കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ നേതാക്കളും അറിഞ്ഞ് പ്രാദേശിക ഭാഷകളിൽ ഇതിന് കൂടുതൽ വിശദീകരണം കൊടുത്ത് എല്ലാവരെയും മനസ്സിലാക്കിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.